भारत माता की जय। രാധേച്ചി പറയാറുണ്ട് बाबा अंबेडकर की बाबा अंबेडकर की എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ രാധേച്ചി എല്ലാവർക്കും ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അതിനാണ് നമ്മുടെ റിപ്പബ്ലിക്കായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത്. നമുക്കറിയാം ഈ സംരംഭത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ദേശാഭിമാനികൾക്ക് നമുക്ക് ഓർക്കാം. അവിടെ സ്മരണയ്ക്ക് ഒരു നമുക്ക് ഒന്ന് തുടങ്ങാം. നമ്മുടെ ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ, അതിൻ്റെ നിലനിൽപ്പ് തന്നെ ദേശീയത, അതുപോലെ മതേതരത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത. ഇന്ത്യയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം രാഷ്ട്രത്തിൽ അനേകം നാട്ടുരാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. അതിനുശേഷമാണ് ഒരു ഭാരതം എന്ന രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതിനുവേണ്ടി പോരാടിയ നമ്മുടെ ധീര ദേശായി എല്ലാം കൂടി തവണ ഇതിനായിട്ട് നമുക്ക് ഈ ഇന്ത്യയുടെ ഘട്ടത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പോരാടാം. നമുക്കറിയാം ഈ ഇതിനു വേണ്ടി മഹാത്മാഗാന്ധി മറ്റേ ഇന്ന് പലപ്പോഴും നമുക്ക് അവർക്ക് വിസ്മരിക്കുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും കുറവല്ലെങ്കിലും ഒരു തരത്തിലും ഇടത്തരത്തിൽ അവഗണിക്കപ്പെടുകയാണ്. ചില പദ്ധതികളുടെ പേര് തന്നെ മാറ്റുന്നത് മഹാത്മാഗാന്ധിയുടെ പദ്ധതി എന്ന പേര് മാറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് നടന്നു. അത്തരവസ്ഥകൾ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആമുഖം ചിന്തിക്കണം. അതിനൊക്കെ നമുക്ക് പൊതുവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്ത്യയായിട്ട് കേൾക്കുക ദേശാമയാണ് ഒരിക്കലും കൂടി ഓർത്തുകൊണ്ട് അതിൻ്റെ അപ്പോൾ നമുക്ക് കുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യ ഇന്നത്തെ കുട്ടികളെ നാളത്തെ തലമുറ നാളത്തെ വലിയ വലിയ ആളുകളായി മാറും. ഈ ഇന്ത്യനെ കൊണ്ടുപോകണം നിങ്ങൾ അടുത്ത ജനറേഷനാണ്. മനസ്സിലായ കുട്ടികളെ? അപ്പോൾ ഞങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അടുത്ത ജനറേഷനാണ് നിങ്ങളെ ഇന്ത്യനെ പടുത്തുയർത്തേണ്ടത്. അല്ലെങ്കിൽ നേരത്തുള്ളതൊക്കെ നിങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്ന നമസ്കാരം. കോഴിക്കോട് സുനിത വില്യംസ് വന്നിരുന്നു. നാസ സ്പേസിന്റെ അദ്ദേഹം പറഞ്ഞത് നോക്കിയാൽ ഈ പ്രപഞ്ചം മാത്രം ഇത് ഇന്ത്യയാണ്, ഇത് അമേരിക്കയാണ്, ഇറ്റലിയാണ്, ഇത് വല്ലച്ചെറിയാണ്, ഇത് കേരളമാണ്, ഗുജറാത്താണ്. അത് തന്നെയാണ് ബൈബിളിലും അല്ലേ? അതികളില്ല എന്താ മാറ്റമല്ലേ? ജാതികൾ എന്തില്ലാതായി ആവുന്നു. അതിനുവേണ്ടി സ്നേഹമുള്ള മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം. ദേശീയ ഗീതം पंजाब सिंध गुजरात